നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനത്തിന് അപേക്ഷിക്കാം. എല്ലാ വർഷവും ഈ ഒരു സ്കോളർഷിപ്പ് ഗ്രാൻസ് വഴി ഒരു പ്രോത്സാഹന സമ്മാനത്തിന് അപേക്ഷ ക്ഷണിക്കാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാൻസിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കാണ് സമ്മാനം. 2020-21 അക്കാദമിക് വർഷം 10ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ അംഗീകൃത കോഴ്സുകളിലും പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ അവസാന വർഷ പൊതുപരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റ് നമ്മുടെ egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം. ജാതി സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം അപേക്ഷിക്കണം. അപേക്ഷകർ കേരളത്തിനുള്ളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാകണം. കൂടുതൽ വിവരങ്ങൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. അതായത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് ഉണ്ടാവും. എല്ലാ ബ്ലോക്കിലും പട്ടികജാതി വികസന വകുപ്പിന് ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് ഉണ്ടാവും. അവിടെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഉണ്ടാവും. അവരിൽ നിന്നെല്ലാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാ വർഷവും അപേക്ഷിക്കും. കുറെ കുട്ടികളൊന്നും ഇത് അറിയാറില്ല. ഇങ്ങനെ ഒരു പ്രോത്സാഹന സമ്മാനത്തിന്റെ കാര്യം അറിയാത്ത കുട്ടികൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വർഷം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗ്രാൻസുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോത്സാഹന സമ്മാനത്തിന്റെ വീഡിയോ ഈ വർഷം നമ്മൾ എല്ലാവരുടെ അറിവിലേക്കായി ചെയ്യുകയാണ്. ഇത് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. കുട്ടികളാണ് ഗ്രാൻസ് വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിച്ച് അത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലോ അവർ പറയുന്ന സ്ഥലങ്ങളിലോ അപേക്ഷ എത്തിച്ചു കൊടുക്കണം. സ്കൂളിലേക്ക് ഇതിന്റെ യാതൊരു കോപ്പിയോ കാര്യങ്ങളോ ഒന്നും സ്കൂളിലേക്ക് സമർപ്പിക്കേണ്ടതില്ല. ഓക്കെ, അതിന് ഈ വർഷം അവരുടെ പോസ്റ്റർ ഉണ്ട്. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ പോസ്റ്റർ. ആർക്കൊക്കെയാണ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹത? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് SSLCക്ക് 6A+, 4B അത്രയും മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 6A+, 4B ഉള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. +2-നാവുമ്പോൾ 4Aയും 2Bയും മിനിമം. ഏറ്റവും കുറവ് ഇത്രയും ഉണ്ടാവണം. SSLCക്ക് 2500, +2-ന് 5000, VHSCക്ക് 5000. VHSCക്ക് ഡിഗ്രിക്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് പറയുന്നു. ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും തിരിച്ച് SSLCക്ക് 6Bയും 4Cയും മിനിമം ഉണ്ടെങ്കിൽ 1500. ഇങ്ങനെ ഓരോന്നിനും +2-ന് SSLC, +2, VHSC, ഡിഗ്രി, ഈ 3 തലങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഡിസ്റ്റിങ്ഷൻ നേടിയാൽ PG പ്രൊഫഷണലിൽ ഡിസ്റ്റിങ്ഷൻ നേടിയാൽ 10000, ഫസ്റ്റ് ക്ലാസ് നേടിയാൽ 5000. അക്ഷയ സെന്റർ വഴി നമുക്കിത് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കുന്നത് അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഗ്രാൻസ് വെബ്സൈറ്റിൽ കുട്ടികൾക്ക് നേരിട്ട് തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. ഇതാണ് മിനിമം യോഗ്യത. ഈ സ്കോളർഷിപ്പിന്റെ അവാർഡ് തുകയ്ക്ക് അർഹതയുള്ളവർക്ക് ലഭിക്കുന്ന തുക. SSLC, +2, VHSC, ഡിഗ്രി, പ്രൊഫഷണൽ കോഴ്സ്. ഇത് ഗ്രാൻസ് സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഗ്രാൻസ് പോർട്ടലിൽ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ, ഇപ്പോ +2 പഠിച്ച കുട്ടികളൊക്കെ വൺ ടൈം രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ടാവും. അവർക്ക് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇതിലേക്ക് കയറാൻ സാധിക്കും. ഗ്രാൻസ് 3.0 വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഗ്രാൻസ് 3.0. അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അവർ ഗ്രാൻസിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവില്ല. അവർ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം. ആധാർ നമ്പർ, വിദ്യാർത്ഥിയുടെ പേര്, ഇത് ആധാർ വാലിഡേറ്റ് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം. SSLC പാസ്സായ കുട്ടികളാണ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതുള്ളൂ. +2 മുതലുള്ള കുട്ടികൾ മുഴുവൻ +1 അപേക്ഷയ്ക്ക് വേണ്ടി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാകും. ഈ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക, അതിനുള്ള നിർദ്ദേശങ്ങൾ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷിക്കാനായി ഈ ദിവസത്ത് കൊടുത്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം.
ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് വ്യക്തിഗത വിവരങ്ങളാണ്. പ്രൊഫൈലാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ SSLC ബുക്ക്, ബാങ്ക്, ഇതെല്ലാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അതിനുശേഷം ആഡ് ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ് കുട്ടികൾ 10ാം ക്ലാസ്, +2 കഴിഞ്ഞവർ +2, അതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള സ്കീമുകളുടെ ലിസ്റ്റ് വരും. അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴാണ് വരുന്നത്. അതില് ഓരോ സ്കോളർഷിപ്പിനും പ്രത്യേക അപേക്ഷ. അപ്പൊ ഈ പ്രോത്സാഹന സമ്മാനത്തിന് അപേക്ഷിക്കാനുള്ള ലിങ്ക് അവിടെ വരും. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇതിനു ശേഷം നമ്മൾ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യണം. സ്റ്റുഡന്റ് ലോഗിനിൽ ഇവിടെ നമ്മൾ സ്റ്റുഡന്റ് നമുക്ക് ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും ഉണ്ടാവും. നമ്മളത് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അത് വെച്ച് സൈൻ ചെയ്യണം. സൈൻ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഈ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പൊ SSLC പാസ്സായ കുട്ടികൾക്ക് അവർക്ക് +1 ഈ ഗ്രാൻസ് അപേക്ഷിക്കണമെങ്കിൽ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കണം. അപ്പോ അവർ എന്തായാലും അക്ഷയ സെന്റർ വഴിയോ സ്വന്തമായോ ഈ ഒരു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇങ്ങനെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഈ അപേക്ഷ പൂരിപ്പിച്ച് ഓൺലൈനിൽ ചെയ്തതിനു ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ ജില്ലാ ഓഫീസുമായോ അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസുമായോ ബന്ധപ്പെട്ട് അത് അപേക്ഷ അവിടെയാണ് സമർപ്പിക്കേണ്ടത്. ഈ പ്രോത്സാഹന സമ്മാനത്തിനുള്ള അപേക്ഷ ഒരു കാരണവശാലും സ്കൂളിലേക്ക് സമർപ്പിക്കേണ്ട. നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചാലും ആ സ്കൂളിൽ SSLC പാസ്സായവർ +1 ചേരുമ്പോൾ ആ സ്കൂളിൽ കൊണ്ടുതരേണ്ട ആവശ്യമില്ല. നേരെ നിങ്ങളത് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലോ ജില്ലാ ഓഫീസിലുമായി ബന്ധപ്പെട്ട് അവിടെയാണ് സമർപ്പിക്കേണ്ടത്. ഓക്കെ. ഇനി ഇത് പലർക്കും ചോദിക്കും, ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടോ, ഇത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് സ്കൂളുകൾക്ക് കുട്ടികളുടെ ഇതിൽ കയറിയാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡാറ്റ കൃത്യമായിട്ട് നമുക്ക് കുട്ടികളുടെ ലോഗിനിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയാൽ കാണാൻ സാധിക്കും. സ്കൂൾ ലോഗിൻ ചെയ്യുക, ക്ലർക്ക് ലോഗിനില്. അത് സ്കൂളുകാർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടോ എന്ന് പലരും സംശയം ചോദിക്കുകയുണ്ടായി. അപ്പൊ നമുക്ക് ഇത് കുട്ടികളുടെ ട്രാക്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ലോഗൌട്ടായി നമ്മൾ ലോഗിൻ ചെയ്തു. ഈ ട്രാക്ക് ഡീറ്റെയിൽസ് പോസ്റ്റ് മെട്രിക് കൊടുക്കുക. നമ്മളിപ്പോ കഴിഞ്ഞ വർഷത്തെ നോക്കാം. കഴിഞ്ഞ വർഷം ഇതുപോലെ കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലാ കുട്ടികളും എല്ലാ വർഷവും ഈ ഒരു പ്രോത്സാഹന സമ്മാനത്തിന് അപേക്ഷിക്കും. അവർക്കത് കിട്ടാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ ഒരു നോക്കാം. കാറ്റഗറി SC കൊടുത്തു. അപ്പൊ ഒരു കുട്ടിയുടെ പേര് കണ്ടു. നമ്മളത് വ്യൂ കൊടുക്കുക. ട്രാക്ക് ആപ്ലിക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് അറിയാൻ സാധിക്കും. ഞാൻ സ്കൂളുകൾക്കൊന്നും അറിയാൻ വേണ്ടി ഉപദേശത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ 2 എണ്ണം കാണാൻ സാധിക്കും. പലർക്കും സംശയമുണ്ട്. ഇതില് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. അത് നമ്മുടെ സ്കൂൾ തലത്തിലുള്ള ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കും. രണ്ടാമത് ഒരെണ്ണം കൂടിയുണ്ട്. ഇതാണ് ഡിസ്ബേഴ്സ്മെന്റ് ക്ലെയിം. 2500 രൂപ ഈ കുട്ടിക്ക് SSLCക്ക് ഡിസ്റ്റിങ്ഷൻ ലഭിച്ചതിന് ജനുവരി 2020 2500 രൂപ കിട്ടിയിട്ടുണ്ട്. പെൻഡിംഗ് ആയിട്ട് ഡയറക്ടറേറ്റ് ആണ്. അത് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഇത് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. ഇത് കൃത്യമായി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ധൈര്യമായിട്ട് ഇതിന് അപേക്ഷിക്കാം. അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. പലർക്കും സംശയമുണ്ട്, ഇത് കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ ഒരു സംശയമുണ്ട്. കൃത്യമായിട്ട് ഇത് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്, പ്രോത്സാഹന സമ്മാനമാണ്. അപ്പോ SC വിഭാഗത്തിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഈ ഒരു സ്കോളർഷിപ്പ്, ഈ ഒരു ക്രൈറ്റീരിയ നോക്കി നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നത് എന്നുള്ളത് നോക്കി പ്രോത്സാഹന സമ്മാനത്തിന് അപേക്ഷ സമർപ്പിക്കുക. എല്ലാവർക്കും അക്ഷയ സെന്റർ വഴിയോ ഈ ഗ്രാൻസ് വെബ്സൈറ്റ് വഴിയോ ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി ഈ വർഷത്തെ അടുത്ത സ്കോളർഷിപ്പിന്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. കൂടുതൽ അപ്ഡേഷന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.